ഇമോഷണലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം തട്ടിയ കാര്യം നമുക്ക് അവഗണനകൾ കിട്ടിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും നമ്മൾക്ക് പറയാൻ പറ്റി ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടോ? എനിക്ക് ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പോയ കാര്യം തന്നെ പറയാം. ഈ പോയി ഞാനൊരു ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പോയ ടൈമിൽ എന്ന് പറയുമ്പോൾ ഈവൻ പ്രൊഡക്ഷൻ സൈഡ് തൊട്ട് ഡയറക്ടർ സൈഡ് വരെ ഉള്ളവരുടെ കയ്യിൽ നിന്നുള്ള ഓരോരോ രീതിയിലുള്ള വാക്കുകള്, കളിയാക്കലുകള് ഒക്കെ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത സീരിയലില് ഞാനത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര, ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് വർക്ക് ചെയ്ത സീരിയലിലെ ഡയറക്ടറെ ഇന്റൻഷനലി എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഇങ്ങനെ മെന്റലി ഹരാസ് ചെയ്യണം എന്ന് വിചാരിച്ചതിന് ഒരിക്കലും എനിക്ക് ആ ലൊക്കേഷനിൽ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് അനിയത്തിപ്രാവല്ലായിരുന്നു, എന്നും സമ്മതം എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രൈക്ക്. ഞാൻ അതിലാണ് ഹീറോയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ് വരുന്നത്. അത് ഫസ്റ്റ് മഴവിൽ മനോരമ പ്രൊജക്ട് ആണ്. അതിലെ ഒരു ഡയറക്ടർ ആരാണെന്ന് പറയുന്നില്ല, അതിന്റെ ഡയറക്ടർ ഇല്ല, അതിന്റെ ഡയറക്ടേഴ്സ് മാറി മാറി വരുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിപരമായിട്ടാണ്. ഓക്കെ, അതിലൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു ലൊക്കേഷൻ നമ്മളൊരു ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരുപാട് പേര് കാണും ലൊക്കേഷനിൽ, ആർട്ടിസ്റ്റുകളാവട്ടെ ടെക്നീഷ്യന്മാരാവട്ടെ. അപ്പൊ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. ഞാൻ എന്ത് ചെയ്താലും ഈവൻ നമ്മൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളത് തെറ്റാണെന്ന് പറയും. എന്നിട്ട് ആളിങ്ങനെ എന്നെ വിഷമിപ്പിക്കും, ഞാൻ കരയും. അങ്ങനെ ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് വരേണ്ട ആള്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താലും തെറ്റാണ്, എന്ത് ചെയ്താൽ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നന്നായിട്ട് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സ്റ്റാർട്ടിങ്ങിൽ പോകുമ്പോൾ ഒരാൾക്ക് തരേണ്ട ഒരു പരിഗണന ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒന്നും പഠിച്ചിട്ടല്ല പോകുന്നത്. പക്ഷെ എന്നാൽ പോലും ആള് ഇപ്പം നന്നായിട്ട് ചെയ്തു എന്ന് കൂടെയുള്ളവർ പറഞ്ഞാൽ പോലും ആളത് സമ്മതിച്ചു തരില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് ടൂ വീലർ, ഞാനൊരു ആക്സിഡന്റ് പറ്റിയ ശേഷം ടൂ വീലർ എടുക്കാറില്ല. അപ്പൊ എനിക്ക് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ടൂ വീലർ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആള് നിർബന്ധത്തിൽ നിന്നും എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു നിന്നു. ഞാൻ എടുത്തു കഴിഞ്ഞ് ഞാനത് എടുത്തു പോയി വീണു. എന്റെ കാല് മുറിഞ്ഞു. ആള് വീണ്ടും പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടിക്കാണ്, അങ്ങനാണ് ഇങ്ങനാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇല്ല, ഞാൻ പ്രതികരിക്കത്തില്ലായിരുന്നു. അതായിരുന്നു എന്റെ പ്രശ്നം. ഞാൻ ആ ഒരു ചെന്ന സമയത്ത് റിയാക്ട് ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഞാനത് മനസ്സിലാക്കി, ഞാൻ കുറച്ച് ബോൾഡ് ആയാലേ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് പറ്റാത്ത എന്തുണ്ടെങ്കിലും ഞാൻ പ്രതികരിക്കും. കിട്ടുന്ന അവസരം കിട്ടിയാൽ മതി എനിക്ക് എന്നുള്ള രീതിയിൽ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പോയ വർക്കുകളൊക്കെ നല്ല വർക്കുകളായിരുന്നു, നല്ല ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലിസം ആണ്. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തപ്പോൾ എല്ലാവരുമായിട്ടും നമ്മളൊരു ഫാമിലി പോലെ അങ്ങനെ കാണുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഒരാള് നമ്മൾ പ്രൊഫഷണലി നിൽക്കണം. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ബിഹേവ് ചെയ്യണം, എത്രത്തോളം സംസാരിക്കണം, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നെയാണ് പഠിച്ചത്. പിന്നെ ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ പോവാ, എന്റെ വർക്ക് ചെയ്യുക, വരിക. പിന്നെ എനിക്ക് അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സംസാരിക്കും. വർക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കോണ്ടാക്ട് ഇല്ല. അങ്ങനെ ആ ഒരു പ്രൊഫഷണലിസം ഞാൻ പഠിച്ചത് ഈ ഒരു കുറേ അനുഭവങ്ങളിൽ നിന്നാണ്. ഈ അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് മെയിൽ ആക്ടേഴ്സിന്റെ എന്തെങ്കിലുമൊക്കെ മീൻസ് എന്തെങ്കിലും മോശമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അഭിനയിക്ക് പ്രൊപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോസ് ചെയ്യുന്ന മോശമല്ലല്ലോ. അത് മോശം. പ്രൊപ്പോസൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള, അല്ലാതെ മോശമായിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ പ്രൊഡ്യൂസർ വെച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. സീരിയലിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എനിക്കൊരു ടെക്നീഷ്യന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും, അതെന്താ വെച്ചാല് നമ്മള് ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ രാത്രി മെസ്സേജ് അയക്കും ചേട്ടന്റെ മോടെ പ്രായമുണ്ട് എനിക്ക്. ചേട്ടൻ രാത്രി മെസ്സേജ് അയക്കും, യു ആർ വെരി ബ്യൂട്ടിഫുൾ. കഷ്ടപ്പെട്ട് രാത്രി ഇയാൾക്ക് ഇതിനുള്ള സമയം എപ്പോഴാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസമായി 2 ദിവസമായി എന്നിട്ട് ഒരു ഫോട്ടോ അയച്ചു തരൂ കാണാനാ, ഇപ്പൊ നിൽക്കുന്ന കോലത്തിൽ അയച്ചു കൊടുക്കുന്നൊക്കെ പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡയറക്ടറെ കാണിച്ചു. അയാളെ പിന്നെ അടുത്ത ഷെഡ്യൂളിലും മാറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ നിൽക്കുന്ന കോലത്തെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തായിരിക്കും തോന്നുക? എന്തായാലും നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇനിയിപ്പോ നമ്മള് എല്ലാരും നോക്കുമ്പോ നല്ലതാണ്. ഈ ഒരു ഇതിൽ നിൽക്കുമ്പോ ആരും ഇതൊന്നും അറിയുമാണ്. പക്ഷെ ഇതിന്റെ ആ ഒരു ഇതിന്റെ പിന്നണിയിൽ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് മെയിൽ ആർട്ടിസ്റ്റുകളെക്കാട്ടും കൂടുതൽ ഫീമെയിൽ ആക്ട്രസിനാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പം അതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും വേണ്ടിയിട്ട്?
ഞാൻ ചിലർക്ക് വേണ്ടിയിട്ടൊക്കെ ആദ്യം പോയിട്ട് ചിലരെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചിലരെയൊക്കെ സഹായിക്കാൻ ശ്രമിച്ചിട്ട് അത് എന്റെ തലയിൽ തന്നെ വന്ന് വീണിട്ടുണ്ട്. പിന്നെ ഞാൻ ഏരിയയിലോട്ട് പോയിട്ടില്ല, നിർത്തി. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു കാര്യം അറിഞ്ഞായിരുന്നു. മെസ്സേജസിൽ ലെസ്ബിയൻ ആവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അല്ലല്ല, അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തല്ല, ഞാൻ സ്ട്രൈറ്റ് ആണ്. അതെന്താണ് അങ്ങനെ അപ്രോച്ചിങ് കാരണം? എന്താണ്? ഈ അപ്പിയറൻസ് കണ്ടിട്ടാണോ? എനിക്ക് അറിയില്ല. ഞാൻ പലപ്പോഴും പോയിട്ട് മമ്മിയുടെ ചോദിക്കും, മമ്മി ഇനി എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ടോ? എത്ര മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ട്? എനിക്ക് കുറെ മെസ്സേജസ്. മലയാളികളാണോ അതോ? മലയാളികളും വന്നിട്ടുണ്ട്, അല്ലാതെ എനിക്ക് കുറെ മെസ്സേജ്. ഈ ചേച്ചിമാർക്കൊക്കെ ആമ്പിളറെ കിട്ടത്തില്ലേ? എനിക്ക് അറിയില്ല, ഞാൻ ചോദിക്കാനും പറ്റത്തില്ല. എന്തായാലും കൊള്ളാം. അങ്ങനെ കേട്ടപ്പോ എന്താണ് മെസ്സേജ് വന്നപ്പോ എന്താ? എനിക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ അത് നഴ്സിംഗിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ബാംഗ്ലൂരുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചിനെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണെന്നൊക്കെ പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേച്ചി എങ്ങനെയാണ് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നുമില്ല, ഞാന് സാധാരണ പോലെയൊക്കെ തന്നെ, പിന്നെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ചുമ്മാ തട്ടി വിട്ട്. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ആ ചേച്ചിക്ക് നല്ല ഷേപ്പാണ് ചേച്ചി, എനിക്ക് എന്റെ ഷേപ്പ് കണ്ടു കുറെ ഫോട്ടോസ്. ഞാന് സത്യം പറയാം ഫസ്റ്റ് ടൈം ഇത് ഓപ്പൺ ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് എന്റെ ഫോൺ താഴെ. ഫോട്ടോസ് ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഫോട്ടോസ് വന്നു. എങ്ങനെയുള്ള ഫോട്ടോസ്? പറയാൻ പറ്റുന്ന ഫോട്ടോസോ പറയാൻ പറ്റാത്ത ഫോട്ടോസോ? പറയാൻ പറ്റാത്ത ഫോട്ടോസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ എന്നിട്ട് അവനെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു. അവൻ അയക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുത്തോ? ഞാൻ കൊടുത്തില്ല അവന്. പക്ഷെ അവന് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെ ബോയ്സ് ഒക്കെ മെസ്സേജ് അയക്കും ചില ഫോട്ടോസ് ഒക്കെ. അത് ഞാൻ അവനെ അയച്ചു കൊടുക്കുമ്പോ പറയാം, എനിക്കെന്തിനാ ഇത്? അയാൾ ചോദിച്ചാലേ കാര്യമില്ലേ? കറക്റ്റ് അല്ലേ അയാൾ ചോദിച്ചത്? അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജീവിതത്തിൽ ഇനിയും നല്ല അനുഭവം, ഇത് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. ഇനി ഈ വർഷം 2024 കൈ നിറയെ സിനിമകളും സീരിയലും കിട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്രയും നാള് തന്ന സപ്പോർട്ടും സ്നേഹവും ഇനി തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇനി 2024 ഒരുപാട് നല്ല പ്രോജക്ട്സുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു നമ്മുടെ DNA എന്ന് പറയുന്ന മൂവി റിലീസിനുണ്ട്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു തമിഴ് പ്രൊജക്ട് ഇപ്പം വരാനുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തോണം. നസ്രുദ്ദീൻ ഒഫീഷ്യൽ എന്നാണ് യൂട്യൂബ് ചാനലിന്റെയും. അപ്പൊ അതുകൂടി ഫോളോ ചെയ്താൽ എന്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നമുക്ക് നന്മയുണ്ടാവട്ടെ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വരട്ടെ, ആ കൂട്ടത്തിൽ തന്നെ നല്ലൊരു പാർട്ണറെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതുപോലെ ആങ്ങളയോട് പറയണം, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.